ഓം ശാന്തി 14/8/2025 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ബാബയോട് സത്യസന്ധമായിരിക്കൂ. തന്റെ സത്യം സത്യമായ ചാർട്ട് വയ്ക്കൂ. ഒരിക്കലും ആർക്കും ദുഃഖം നൽകരുത്. ഒരു ബാബയുടെ ശ്രേഷ്ഠ നിർദ്ദേശത്തിലൂടെ നടന്നുകൊണ്ടിരിക്കൂ. ചോദ്യം: ആരാണോ പൂർണമായും 84 ജന്മങ്ങൾ എടുക്കുന്നവർ, അവരുടെ പുരുഷാർത്ഥം എന്തായിരിക്കും? ഉത്തരം: അവരുടെ വിശേഷ പുരുഷാർത്ഥം നരനിൽ നിന്നും നാരായണനാകുന്നതിൻ്റെതായിരിക്കും. അവർക്ക് തങ്ങളുടെ കർമ്മേന്ദ്രിയങ്ങളിൽ പൂർണ്ണ നിയന്ത്രണം ഉണ്ടായിരിക്കും. അവരുടെ കണ്ണുകൾ ക്രിമിനൽ ആയിരിക്കില്ല. അഥവാ ഇപ്പോഴും ആരെയെങ്കിലും കാണുന്നതിലൂടെ വികാരി ചിന്ത വരുന്നുണ്ട്, ദൃഷ്ടി ക്രിമിനൽ ആകുന്നുണ്ടെങ്കിൽ പൂർണമായും 84 ജന്മങ്ങൾ എടുക്കുന്ന ആത്മാവല്ല എന്ന് മനസ്സിലാക്കാം. ഗീതം: ഈ പാപത്തിന്റെ ലോകത്ത് നിന്ന്. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾക്കറിയാം, ഇത് പാപത്തിന്റെ ലോകമാണ്. പുണ്യത്തിന്റെ ലോകത്തെയും മനുഷ്യർക്കറിയാം. മുക്തിയും ജീവൻ മുക്തിയും പുണ്യത്തിന്റെ ലോകത്തെയാണ് പറയുന്നത്. അവിടെ പാപം ഉണ്ടാകുന്നില്ല. പാപമുണ്ടാകുന്നത് ദുഃഖധാമം രാവണ രാജ്യത്തിലാണ്. ദുഃഖം നൽകുന്ന രാവണനെയും കണ്ടിട്ടുണ്ട്. രാവണൻ ഒരു വസ്തുവല്ല, എന്നിട്ടും കോലം കത്തിക്കുന്നു. കുട്ടികൾക്കറിയാം, നമ്മൾ ഈ സമയം രാവണ രാജ്യത്തിലാണ്, പക്ഷെ അരികിലേക്ക് മാറിയിരിക്കുന്നു. നമ്മളിപ്പോൾ പുരുഷോത്തമ സംഗമ യുഗത്തിലാണ്. കുട്ടികൾ എപ്പോൾ ഇവിടേക്ക് വരുന്നോ അപ്പോൾ ബുദ്ധിയിൽ വരുന്നു, നമ്മൾ ആ ബാബയുടെ അടുത്തേക്കാണ് പോകുന്നത്. ആരാണോ നമ്മളെ മനുഷ്യനിൽ നിന്നും ദേവത ആക്കുന്നത്, സുഖധാമത്തിന്റെ അധികാരി ആക്കുന്നു. സുഖധാമത്തിന്റെ അധികാരി ആക്കുന്നത് ഒരു ബ്രഹ്മാവല്ല, ഒരു ദേഹധാരിയുമല്ല. അത് ശിവബാബയാണ്. ആ ബാബയ്ക്ക് ശരീരമില്ല. ദേഹം നിങ്ങൾക്കുമില്ലായിരുന്നു. എന്നാൽ നിങ്ങൾ പിന്നീട് ദേഹമെടുത്ത് ജനന മരണത്തിലേക്ക് വരുന്നു. നിങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നു, നമ്മൾ പരിധിയില്ലാത്ത ബാബയുടെ അടുത്തേക്കാണ് പോകുന്നത്. ബാബ നമുക്ക് ശ്രേഷ്ഠ മതം നൽകുന്നു. ഇങ്ങനെയുള്ള പുരുഷാർത്ഥം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സ്വർഗത്തിന്റെ അധികാരിയാകാൻ സാധിക്കും. സ്വർഗം എല്ലാവരും ഓർമ്മിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുമുണ്ട്. പുതിയ ലോകം തീർച്ചയായും ഉണ്ട് എന്ന്. അതും സ്ഥാപിക്കുന്ന ആരെങ്കിലും തീർച്ചയായും ഉണ്ടാകും. നരകവും ആരോ സ്ഥാപിക്കുന്നതാണ്. നിങ്ങളുടെ സുഖധാമത്തിലെ പാർട്ട് എപ്പോഴാണ് പൂർത്തിയാകുന്നത്, അതും നിങ്ങൾക്കറിയാം. പിന്നീട് രാവണ രാജ്യത്തിൽ നിങ്ങൾ ദുഃഖിയാകാൻ തുടങ്ങുന്നു. ഈ സമയം ഇതാണ് ദുഃഖധാമം. ഇനി എത്ര തന്നെ കോടിപതിയോ ലക്ഷപതിയോ ആകട്ടെ, എന്നാലും തീർച്ചയായും പതീത ലോകമെന്നല്ലേ പറയുക. ഇത് ദരിദ്ര ലോകമാണ്, ദുഃഖി ലോകമാണ്. ഇനി എത്ര തന്നെ വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാകട്ടെ, സുഖത്തിനുള്ള സാധനങ്ങൾ ഉണ്ടാകട്ടെ, എന്നാലും പറയും പതീത പഴയ ലോകമെന്ന്. വിഷയവൈതരണി നദിയിൽ മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുന്നു. വികാരത്തിലേക്ക് പോകുന്നത് പാപമാണെന്ന് പോലും മനസ്സിലാക്കുന്നില്ല. പറയുന്നു, ഇതില്ലാതെ എങ്ങനെ സൃഷ്ടി വൃദ്ധി പ്രാപിക്കും? വിളിക്കുന്നുമുണ്ട്, ഹേ ഭഗവാൻ, അല്ലയോ പതിത പാവന, വന്ന് ഈ പതിത ലോകത്തെ പാവനമാക്കൂ. ആത്മാവാണ് പറയുന്നത്, ശരീരത്തിലൂടെ. ആത്മാവ് തന്നെയാണ് പതിതമായിരിക്കുന്നത്, അതുകൊണ്ടാണ് വിളിക്കുന്നത്. സ്വർഗത്തിൽ ഒരാൾ പോലും പതിതമായി ഉണ്ടായിരിക്കില്ല. നിങ്ങൾ കുട്ടികൾക്കറിയാം, അതായത് സംഗമയുഗത്തിൽ ആരാണോ നല്ല പുരുഷാർത്ഥികൾ, അവർ മനസ്സിലാക്കുന്നു നമ്മൾ 84 ജന്മം എടുത്തിട്ടുണ്ട്. വീണ്ടും ഈ ലക്ഷ്മി നാരായണനോടൊപ്പം തന്നെ നമ്മൾ സത്യയുഗത്തിൽ രാജ്യം നടത്തും. ഒരാൾ തീർച്ചയായും 84 ജന്മം എടുത്തിട്ടുണ്ടായിരിക്കില്ലേ? രാജാവിനോടൊപ്പം പ്രജകളും വേണ്ടേ? നിങ്ങൾ ബ്രാഹ്മണരിലും നമ്പർ വൈസാണ്. ചിലർ രാജാ റാണിയാകുന്നു,
ചിലർ പ്രജ. ബാബ പറയുന്നു, കുട്ടികളെ, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ദൈവിക ഗുണം ധാരണ ചെയ്യണം. ഈ കണ്ണുകൾ ക്രിമിനലാണ്. ചിലരെ കാണുന്നതിലൂടെ വികാരത്തിന്റെ ദൃഷ്ടി പോകുന്നു എങ്കിൽ അവർക്ക് 84 ജന്മം ഉണ്ടായിരിക്കില്ല. അവർക്ക് നരനിൽ നിന്ന് നാരായണനാകാൻ സാധിക്കില്ല. എപ്പോൾ ഈ കണ്ണുകളുടെ മേൽ വിജയം നേടുന്നോ അപ്പോൾ കർമാതീത അവസ്ഥ ഉണ്ടാകും. എല്ലാ ആധാരവും കണ്ണുകളിലാണ്. കണ്ണുകൾ തന്നെയാണ് ചതിക്കുന്നത്. ആത്മാവ് ഈ ജനാലയിലൂടെയാണ് കാണുന്നത്. ഇതിലാണെങ്കിൽ 2 ആത്മാക്കളുണ്ട്. ബാബയും ഈ ജനാലകളിലൂടെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ ദൃഷ്ടി ആത്മാവിലേക്കാണ് പോകുന്നത്. ബാബ ആത്മാവിന് തന്നെയാണ് മനസ്സിലാക്കി തരുന്നത്. പറയുന്നു, ഞാനും ശരീരം എടുത്തിരിക്കുകയാണ്. അപ്പോഴാണ് സംസാരിക്കാൻ സാധിക്കുന്നത്. നിങ്ങൾക്കറിയാം, ബാബ നമ്മളെ സുഖത്തിന്റെ ലോകത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇത് രാവണ രാജ്യമാണ്. നിങ്ങൾ ഈ പതീത ലോകത്തിൽ നിന്ന് കര കയറിയിരിക്കുന്നു. ചിലർ വളരെയധികം മുന്നേറിയിരിക്കുന്നു, ചിലർ അവസാനം പിറകിലേക്ക് പോയിരിക്കുന്നു. ഓരോരുത്തരും പറയുന്നുമുണ്ട്, അക്കരെ എത്തിക്കൂ. ഇപ്പോൾ അക്കരെ സത്യയുഗത്തിലേക്ക് പോകും. എന്നാൽ അവിടെ പദവി ഉയർന്നത് നേടണമെങ്കിൽ പവിത്രമാകണം, പരിശ്രമിക്കണം. മുഖ്യമായ കാര്യമാണ് ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ വികർമ്മം നശിക്കും. ഇതാണ് ആദ്യത്തെ വിഷയം. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ ആത്മാക്കൾ അഭിനേതാക്കളാണ്. ഏറ്റവും ആദ്യം നമ്മൾ സുഖധാമത്തിലേക്ക് വന്നു, പിന്നീടിപ്പോൾ ദുഃഖധാമത്തിൽ എത്തിയിരിക്കുന്നു. ഇപ്പോൾ ബാബ വീണ്ടും സുഖധാമത്തിലേക്ക് കൊണ്ടുപോകാൻ വന്നിരിക്കുന്നു. പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, പവിത്രമാകൂ, ആർക്കും ദുഃഖം നൽകരുത്. പരസ്പരം വളരെ ദുഃഖം നൽകിക്കൊണ്ടിരിക്കുന്നു. ചിലരിൽ കാമം വന്നു, ചിലരിൽ ക്രോധത്തിന്റെ ഭൂതം വന്നു, കൈയോങ്ങി. ബാബ പറയും, ഇത് ദുഃഖം നൽകുന്ന പാപാത്മാവാണ്. എങ്ങനെ പുണ്യാത്മാവാകും? ഇപ്പോഴും പാപം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇത് പേര് മോശമാക്കലാണ്. എല്ലാവരും എന്തു പറയും? പറയുന്നത്, ഞങ്ങളെ ഭഗവാൻ പഠിപ്പിക്കുന്നു. ഞങ്ങൾ മനുഷ്യനിൽ നിന്നും ദേവത, വിശ്വത്തിന്റെ അധികാരിയാകുന്നു. അവർ പിന്നെ അങ്ങനെയുള്ള പണി ചെയ്യുമോ? അതുകൊണ്ടാണ് ബാബ പറയുന്നത്, ദിവസവും രാത്രിയിൽ തന്നെ നോക്കൂ. അഥവാ സൽപുത്രരാണെങ്കിൽ ചാർട്ട് അയക്കും. ഇനി ചാർട്ട് ചിലരെഴുതുന്നുണ്ട്, എന്നാൽ അതിൽ ഇതെഴുതുന്നില്ല. അതായത്, ഞാൻ ആർക്കെങ്കിലും ദുഃഖം നൽകിയോ, അല്ലെങ്കിൽ ഈ തെറ്റ് ചെയ്തു എന്നത്. ഓർമ്മിച്ചുകൊണ്ടും ഇരിക്കുക, തലകീഴായ കർമ്മം ചെയ്തുകൊണ്ടും ഇരിക്കുക. ഇത് ശരിയല്ല. തെറ്റായ കർമ്മം ചെയ്യുന്നത് അപ്പോഴാണ്, എപ്പോഴാണോ ദേഹാഭിമാനി ആകുന്നത്. ഈ ചക്രം എങ്ങനെയാണ് കറങ്ങുന്നത്? ഇത് വളരെ സഹജമാണ്. ഒരു ദിവസം കൊണ്ടുപോലും ടീച്ചറാകാൻ സാധിക്കും. ബാബ നിങ്ങൾക്ക് 84ന്റെ രഹസ്യം മനസ്സിലാക്കി തരികയാണ്, പഠിപ്പിക്കുകയാണ്. പിന്നീട് പോയി അതിൽ മനനം ചെയ്യണം. നമ്മൾ എങ്ങനെയാണ് 84 ജന്മങ്ങൾ എടുക്കുന്നത്? ഈ പഠിപ്പിക്കുന്ന ടീച്ചറിൽ നിന്ന് ദൈവിക ഗുണവും കൂടുതൽ ധാരണ ചെയ്തെടുക്കാം. ബാബയ്ക്ക് തെളിയിച്ച് പറഞ്ഞു തരാൻ സാധിക്കും. കാണിക്കാറുണ്ട്, ബാബ എന്റെ ചാർട്ട് നോക്കൂ, ഞാൻ അല്പം പോലും ആർക്കും ദുഃഖം നൽകിയില്ല. ബാബ പറയും, ഈ കുട്ടി വളരെ മധുരമാണ്, നല്ല സുഗന്ധം പരത്തിക്കൊണ്ടിരിക്കുന്നു. ടീച്ചറാകുക സെക്കൻഡിന്റെ കാര്യമാണ്. ടീച്ചറെക്കാളും വിദ്യാർത്ഥികൾ ഓർമ്മയുടെ യാത്രയിൽ മുന്നേറി പോകാറുണ്ട്. അപ്പോൾ ടീച്ചറെക്കാളും ഉയർന്ന പദവി നേടും. ബാബ ചോദിക്കാറുണ്ട്, ആരെയെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? ദിവസവും ശിവക്ഷേത്രത്തിൽ പോയി പഠിപ്പിക്കൂ. ശിവബാബ എങ്ങനെയാണ് വന്ന് സ്വർഗത്തിന്റെ സ്ഥാപന ചെയ്യുന്നത്? സ്വർഗത്തിന്റെ അധികാരിയാക്കുന്നു. മനസ്സിലാക്കി കൊടുക്കാൻ വളരെ എളുപ്പമാണ്.
ബാബയ്ക്ക് ചാർട്ട് അയച്ചു കൊടുക്കാറുണ്ട്. ബാബ, എന്റെ അവസ്ഥ ഇങ്ങനെയാണ്. ബാബ ചോദിക്കുന്നു, കുട്ടി, വികർമ്മമൊന്നും ചെയ്യുന്നില്ലല്ലോ. ക്രിമിനൽ ദൃഷ്ടി തലതിരിഞ്ഞ കർമ്മമൊന്നും ചെയ്യിക്കുന്നില്ലല്ലോ. തന്റെ പെരുമാറ്റവും സ്വഭാവവും നോക്കണം. പെരുമാറ്റത്തിന്റെ മുഴുവൻ ആധാരവും കണ്ണുകളിലാണ്. കണ്ണുകൾ അനേക പ്രകാരത്തിൽ ചതിക്കുന്നുണ്ട്. ചോദിക്കാതെ ചെറിയൊരു സാധനമെടുത്ത് കഴിച്ചാൽ പോലും പാപമാകുന്നു. എന്തുകൊണ്ടെന്നാൽ അനുവാദമില്ലാതെയല്ലേ എടുത്തത്. ഇവിടെ നിയമങ്ങൾ ധാരാളമുണ്ട്. ശിവബാബയുടെ യജ്ഞമല്ലേ. നിയോഗിക്കപ്പെട്ടവരോട് ചോദിക്കാതെ ഒന്നും കഴിക്കാൻ പാടില്ല. ഒരാൾ കഴിച്ചാൽ മറ്റുള്ളവരും കഴിക്കാൻ തുടങ്ങും. വാസ്തവത്തിൽ ഇവിടെ ഒരു വസ്തുവും ഉള്ളിൽ പൂട്ടിവെക്കേണ്ട ആവശ്യമില്ല. നിയമം പറയുന്നത് ഈ വീടിനുള്ളിൽ അടുക്കളയുടെ സമീപം അപവിത്രരായ ആരും വരരുത്. പുറമെയാണെങ്കിൽ അപവിത്രം പവിത്രമെന്ന ചോദ്യമേ ഇല്ല. എന്നാൽ പതീതമെന്ന് സ്വയത്തെ പറയുന്നില്ലേ? എല്ലാവരും പതീതരാണ്. വല്ലഭാചാര്യയെ അഥവാ ശങ്കരാചാര്യരെ ആർക്കും തൊടാൻ പോലും സാധിക്കില്ല. എന്തുകൊണ്ടെന്നാൽ അവർ മനസ്സിലാക്കുന്നത് ഞങ്ങൾ പാവനമാണ്, ഇവർ പതീതമാണ് എന്നാണ്. ഇവിടെ എല്ലാവരുടെയും ശരീരം പതീതമാണ്. എന്നാലും പുരുഷാർത്ഥമനുസരിച്ച് വികാരങ്ങളെ സന്യസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിർവികാരികളുടെ മുന്നിൽ വികാരി മനുഷ്യർ തലകുനിക്കുന്നത്. പറയുന്നു, ഇവർ വളരെ സ്വച്ഛവും ധർമാത്മാവുമായ മനുഷ്യനാണ്. സത്യയുഗത്തിൽ മ്ലേച്ഛരുണ്ടാകുകയേയില്ല. ലോകം തന്നെ പവിത്രമാണ്. ഒരേ ഒരു വിഭാഗമാണ് ഉള്ളത്. നിങ്ങൾക്ക് ഈ എല്ലാ രഹസ്യങ്ങളും അറിയാം. തുടക്കം മുതൽ സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തിന്റെ രഹസ്യം ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. നമുക്ക് എല്ലാം അറിയാം. ബാക്കി ഒന്നും തന്നെ അറിയാനില്ല. രചയിതാവായ ബാബയെ അറിഞ്ഞു, സൂക്ഷ്മവതനം അറിഞ്ഞു, ഭാവിയിലെ പദവിയെക്കുറിച്ച് അറിഞ്ഞു. അതിനു വേണ്ടിയാണ് പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നീട് പെരുമാറ്റവും അതുപോലെ ആകുകയാണെങ്കിൽ ഉയർന്ന പദവി നേടാൻ സാധിക്കും. ആർക്കെങ്കിലും ദുഃഖം നൽകുന്നുണ്ടെങ്കിൽ, വികാരത്തിലേക്ക് പോകുന്നുണ്ട്, മോശമായ ദൃഷ്ടി വെക്കുന്നുണ്ടെങ്കിൽ ഇതും പാപമാണ്. ദൃഷ്ടി മാറുക വളരെ പരിശ്രമമുണ്ട്. ദൃഷ്ടി വളരെ നല്ലതായിരിക്കണം. കണ്ണുകൾ കാണുന്നു, ഇവർ ക്രോധിക്കുകയാണ്. അപ്പോൾ സ്വയവും യുദ്ധത്തിന് ഒരുങ്ങുന്നു. ശിവബാബയോട് അല്പം പോലും സ്നേഹമില്ല, ഓർമ്മിക്കുന്നതേയില്ല. കടപ്പാട് ശിവബാബയ്ക്കാണ്. കടപ്പാട് ഗുരു അങ്ങയിലാണ്. കടപ്പാട് ആ സദ്ഗുരുവിനാണ്. ആരാണോ ഗോവിന്ദ ശ്രീകൃഷ്ണന്റെ സാക്ഷാത്കാരം ചെയ്യിച്ചത്. ഗുരുവിലൂടെ നിങ്ങൾ ഗോവിന്ദനാകുന്നു. കേവലം സാക്ഷാത്കാരത്തിലൂടെ മുഖം മധുരിക്കില്ല, അതായത് തൃപ്തിയാകില്ല. സാക്ഷാത്കാരത്തിനെ സ്വർഗത്തിന്റെ സുഖമെന്ന് പറയില്ല. കേവലം ഗോവിന്ദനെ കാണുകയല്ല വേണ്ടത്, അതുപോലെ ആകണം. നിങ്ങളിവിടെ വന്നിരിക്കുന്നത് അതുപോലെ ആകാനാണ്. ഈ ലഹരി ഉണ്ടായിരിക്കണം. നമ്മൾ അവരുടെ അടുത്തേക്കാണ് പോകുന്നത്. ആരാണോ നമ്മളെ ഇതുപോലെ ആക്കുന്നത്. അതുകൊണ്ട് ബാബ എല്ലാവർക്കും നിർദ്ദേശം നൽകുകയാണ്. ചാർട്ടിൽ ഇതുകൂടി എഴുതൂ. കണ്ണുകൾ ചതിച്ചില്ലല്ലോ, പാപം ചെയ്തില്ലല്ലോ. കണ്ണുകൾ ഏതെങ്കിലുമെല്ലാം കാര്യത്തിൽ തീർച്ചയായും ചതിക്കുന്നുണ്ട്. കണ്ണുകൾ തീർത്തും ശീതളമായി മാറണം. സ്വയം അശരീരി എന്ന് മനസ്സിലാക്കൂ. ഈ കർമാതീത അവസ്ഥ അന്തിമത്തിൽ ഉണ്ടാകുന്നതും അപ്പോഴാണ് എപ്പോഴാണോ ബാബയ്ക്ക് ചാർട്ട് അയച്ചു കൊടുക്കുന്നത്. ധർമ്മരാജന്റെ രജിസ്റ്ററിൽ എല്ലാം തന്നെ ഓട്ടോമാറ്റിക്കായി വരും. എന്നാൽ ബാബ എപ്പോഴാണോ സാകാരത്തിൽ വന്നിരിക്കുന്നത് അപ്പോൾ സാകാരത്തിൽ അറിയണം. എങ്കിൽ ജാഗ്രത ഉണ്ടായിരിക്കും. ക്രിമിനൽ ദൃഷ്ടി
അല്ലെങ്കിൽ ദേഹാഭിമാനമുള്ളവരുണ്ടെങ്കിൽ വായുമണ്ഡലം അശുദ്ധമാക്കും. ഇവിടെ ഇരുന്നിട്ട് പോലും ബുദ്ധിയോഗം പുറത്തേക്ക് പോകുന്നു. മായ വളരെയധികം ചതിക്കുന്നു. മനസ്സ് വളരെ ആടി ഉലയുന്നതാണ്. എത്ര പരിശ്രമിക്കണം ഇതാകാൻ വേണ്ടി. ബാബയുടെ അടുത്ത് വരുന്നു. ബാബ ആത്മാവിനെ ജ്ഞാനത്തിന്റെ അലങ്കാരം ചെയ്യിക്കുന്നു. മനസ്സിലാക്കുന്നു നമ്മൾ ജ്ഞാനത്തിലൂടെ പവിത്രമാകും. പിന്നീട് ശരീരവും പവിത്രമായത് ലഭിക്കും. ആത്മാവും ശരീരവും രണ്ടും പവിത്രമായി സത്യയുഗത്തിലാണ് ഉണ്ടായിരിക്കുക. പിന്നീട് അരകൽപ്പത്തിനു ശേഷം രാവണ രാജ്യം ഉണ്ടാകുന്നു. മനുഷ്യർ പറയും, ഭഗവാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്? ഈ അനാദി നാടകം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഭഗവാൻ ഒന്നും ചെയ്തിട്ടില്ല. സത്യയുഗത്തിലുള്ളത് ഒരു ദേവീദേവതാ ധർമ്മം മാത്രമാണ്. ചിലർ പറയാറുണ്ട്, ഇങ്ങനെയുള്ള ഭഗവാനെ നമ്മൾ എന്തിന് ഓർമ്മിക്കണം? എന്നാൽ നിങ്ങൾക്ക് മറ്റ് ധർമ്മങ്ങളുമായി ഒരു വിരോധവുമില്ല. ആരാണോ മുള്ളായത് അവർ തന്നെ വന്ന് പുഷ്പമാകും. മനുഷ്യർ പറയും, എന്താ ഭഗവാൻ ഭാരതവാസികളെ മാത്രമാണോ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്? ഞങ്ങൾ അംഗീകരിക്കില്ല. എന്താ ഭഗവാന് 2 കണ്ണില്ലേ? എന്നാൽ ഈ നാടകം ഉണ്ടാക്കിയിട്ടുള്ളതാണ്. എല്ലാവരും സ്വർഗത്തിലേക്ക് വരികയാണെങ്കിൽ പിന്നെങ്ങനെ അനേകം ധർമ്മങ്ങളുടെ പാർട്ട് നടക്കും? സ്വർഗത്തിൽ ഇത്രയും കോടി ഉണ്ടായിരിക്കില്ല. ഭഗവാൻ ആരാണ്? ഇതാണ് ഏറ്റവും ആദ്യത്തെ മുഖ്യ കാര്യം. ഭഗവാനെ മനസ്സിലാക്കൂ. ഇത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അനേകം ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. സ്വയത്തെ ആത്മാവെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ പറയും, ഈ കാര്യം ശരിയാണ്. നമുക്ക് തീർച്ചയായും പതീതത്തിൽ നിന്ന് പാവനമാകണം. ഓർമ്മിക്കേണ്ടത് ഒരു ബാബയെയാണ്. എല്ലാ ധർമ്മത്തിലും ഭഗവാനെ ഓർമ്മിക്കുന്നുണ്ട്. നിങ്ങൾ കുട്ടികൾക്കിപ്പോൾ ഈ ജ്ഞാനം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഈ സൃഷ്ടി ചക്രം എങ്ങനെയാണ് കറങ്ങുന്നതെന്ന്. നിങ്ങൾ എത്രയാണ് പ്രദർശിനിയിലും മനസ്സിലാക്കി കൊടുക്കുന്നത്? ലഭിക്കുന്നത് വളരെ കുറച്ചു പേരെയാണ്. അതുകൊണ്ട് ചെയ്യേണ്ട എന്ന് ഒരിക്കലും പറയില്ല. ഡ്രാമയിൽ ഉണ്ടായിരുന്നു, ചെയ്തു. ചില സ്ഥലത്ത് പ്രദർശിനിയിലൂടെ വരുന്നുമുണ്ട്, ചില സ്ഥലത്ത് വരുന്നില്ല. മുന്നോട്ടു പോകവേ വരും. ഉയർന്ന പദവി നേടാനുള്ള പുരുഷാർത്ഥവും ചെയ്യും. ആർക്കെങ്കിലും കുറഞ്ഞ പദവിയാണ് നേടാനുള്ളതെങ്കിൽ അത്രയും പുരുഷാർത്ഥം ചെയ്യില്ല. ബാബ കുട്ടികൾക്ക് വീണ്ടും മനസ്സിലാക്കി തരികയാണ്, വികർമ്മം ഒന്നും ചെയ്യരുത്. ഇതും നോട്ട് ചെയ്യൂ. ഞാൻ ആർക്കും ദുഃഖം നൽകിയില്ലല്ലോ. ആരോടും അടിയോ വഴക്കോ കൂടിയില്ലല്ലോ. തല തിരിഞ്ഞതൊന്നും പറഞ്ഞില്ലല്ലോ. ആ കർത്തവ്യങ്ങളൊന്നും ചെയ്തില്ലല്ലോ. ബാബ പറയുന്നു, വികർമ്മം എന്താണോ ചെയ്തിട്ടുള്ളത് അത് എഴുതൂ. ഇതറിയാമല്ലോ. ദ്വാപരം മുതൽ വികർമ്മം ചെയ്ത് ഇപ്പോൾ ധാരാളം വികർമ്മം ആയിരിക്കുന്നു. ബാബയ്ക്ക് എഴുതി നൽകുന്നതിലൂടെ ഭാരം കുറയും. എഴുതാറുണ്ട്, ഞാൻ ആർക്കും ദുഃഖം നൽകുന്നില്ല. ബാബ പറയും, നല്ലത്. ചാർട്ട് എടുത്ത് വന്നാൽ നോക്കാം. ബാബ നേരിട്ട് നോക്കാൻ വിളിക്കുന്നതും അങ്ങനെയുള്ള നല്ല കുട്ടികളെയാണ്. സത്പുത്രരായ കുട്ടികളെ ബാബ വളരെ സ്നേഹിക്കുന്നു. ബാബയ്ക്കറിയാം, ഇപ്പോൾ ആരും സമ്പൂർണരായിട്ടില്ല. ബാബ ഓരോരുത്തരെയും നോക്കുന്നുണ്ട്. എങ്ങനെയാണ് പുരുഷാർത്ഥം ചെയ്യുന്നത്? കുട്ടികൾ ചാർട്ട് എഴുതുന്നില്ലെങ്കിൽ തീർച്ചയായും എന്തോ കുറവുണ്ട്. അത് ബാബയിൽ നിന്ന് ഒളിപ്പിക്കുന്നു. ശരിയായ സത്യസന്ധരെന്ന് അവരെയാണ് മനസ്സിലാക്കുക ആരാണോ ചാർട്ട് എഴുതുന്നത്. ചാർട്ടിനോടൊപ്പം പിന്നീട് സ്വഭാവ ഗുണം കൂടി വേണം. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക്
നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. സ്വയത്തെ ഭാരരഹിതമാക്കുന്നതിന് വേണ്ടി എന്തെല്ലാം വികർമ്മങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ അത് ബാബയ്ക്ക് എഴുതി നൽകണം. ഇപ്പോൾ ആർക്കും ദുഃഖം നൽകരുത്. സൽപുത്രരായി കഴിയണം. 2. തന്റെ ദൃഷ്ടി വളരെ നല്ലതാക്കണം. കണ്ണുകൾ ചതിക്കരുത്. ഇതിൽ സൂക്ഷിക്കണം. തന്റെ പെരുമാറ്റം വളരെ വളരെ നല്ലതാക്കി വെക്കണം. കാമക്രോധത്തിനു വശപ്പെട്ട് ഒരു പാപവും ചെയ്യരുത്. വരദാനം: ലക്ഷ്യവും ലക്ഷ്യസ്ഥാനവും സദാ സ്മൃതിയിൽ വെച്ചുകൊണ്ട് തീവ്ര പുരുഷാർത്ഥം ചെയ്യുന്ന സദാ ഹോളിയും സന്തോഷവാനും അതായത് ഹാപ്പിയുമായി ഭവിക്കട്ടെ. ബ്രാഹ്മണ ജീവിതത്തിന്റെ ലക്ഷ്യമാണ് ഒരു പരിധിയുള്ള ആധാരത്തിന്റെയും ആശ്രയമില്ലാതെ സദാ ആന്തരിക സന്തോഷത്തിൽ ഇരിക്കുക എന്നുള്ളത്. ഈ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് പരിധിയുള്ള പ്രാപ്തികളുടെ ചെറിയ ചെറിയ ഇടവഴികളിലൂടെ പോവുകയാണെങ്കിൽ യഥാർത്ഥ ലക്ഷ്യസ്ഥാനം ദൂരമുള്ളതായി ഭവിക്കും. അതിനാൽ എന്തു തന്നെ സംഭവിച്ചാലും, പരിധിയുള്ള പ്രാപ്തികളെ ത്യാഗം ചെയ്യേണ്ടി വന്നാലും അവയെ വിട്ടുകൊണ്ട് പരിധിയില്ലാത്ത സന്തോഷം കൈവിടാതെ സൂക്ഷിക്കുക. ഹോളിയായും സന്തോഷവാനായും ഭവിക്കട്ടെ എന്ന വരദാനം സ്മൃതിയിൽ വെച്ചുകൊണ്ട് തീവ്ര പുരുഷാർത്ഥത്തിലൂടെ അവിനാശി പ്രാപ്തികൾ ലഭ്യമാക്കൂ. സ്ലോഗൻ: ഗുണമൂർത്തിയായിക്കൊണ്ട് ഗുണങ്ങളെ ദാനം ചെയ്തുകൊണ്ടിരിക്കൂ. ഇത് തന്നെയാണ് വലിയ സേവനം. അവ്യക്ത സൂചന: സഹജ യോഗിയായി മാറുന്നതിന് വേണ്ടി പരമാത്മ സ്നേഹത്തിന്റെ അനുഭവിയായി മാറൂ. മാസ്റ്റർ നോളജ്ഫുൾ, മാസ്റ്റർ സർവശക്തിവാൻ എന്നുള്ള സ്റ്റേജിൽ സ്ഥിതി ചെയ്തുകൊണ്ട് വിവിധ പ്രകാരത്തിലുള്ള ക്യൂയിൽ നിന്നും മാറി നിൽക്കുക. ബാബയോടൊപ്പം സദാ മിലനം ആഘോഷിക്കുന്ന ലഹരിയിൽ തന്റെ സമയം ഉപയോഗിക്കുക. ലവ്ലീന സ്ഥിതിയിൽ സ്ഥിതി ചെയ്യൂ. അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും സഹജമായി സമാപ്തമാവുകയും താങ്കളുടെ മുന്നിൽ താങ്കളുടെ പ്രജകളുടെയും ഭക്തരുടെയും ക്യൂ കാണപ്പെടും. ഓം ശാന്തി.